ദേവയാനിയാണെങ്കിൽ അദൃശ്യ ചെക്കും കൊണ്ടൊക്കെ പോയോണ്ട് തന്നെ ഇങ്ങനെ ബാങ്കിൽ നിന്ന് വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ അദൃശ്യ ചെക്ക് കൊടുത്തില്ലേ, ചിലപ്പോൾ കൊടുത്തിട്ട് അവരിങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും മെസ്സേജ് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. പിന്നെ ജലജയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നീ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി എന്നൊക്കെ ജലജ ജാനകിനോട് പറയുകയാണ് കേട്ടോ. അനാമികേനെയും കൊണ്ട് പുറത്ത് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും അനിയാണെങ്കിൽ അനാമികേനെ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾക്ക് ഇവിടെ ഇരുന്നാണെങ്കിൽ വേറെ ഉറയ്ക്കും, ഇങ്ങനൊരു തീരുമാനം എടുത്ത് എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അനാമിക അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജാനകിയാണെങ്കിലും അനാമികേനോട് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ ഭർത്താക്കന്മാർ ഭാര്യമാരെയും കൊണ്ട് പുറത്തൊക്കെ കറങ്ങും, പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊന്നും നടക്കുന്നില്ല, ഞങ്ങളാണെങ്കിൽ ഒരു ഹണിമൂൺ പോലും പോയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അതെങ്ങനെ ഇങ്ങനെ മോളുടെ ഏട്ടത്തിമാരും ഇങ്ങനെ ഹണിമൂണും അതുപോലെ തന്നെ പുറത്തൊന്നും കറങ്ങാനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് മോളെ പോകാനും അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അനിയാണെങ്കിൽ ഇങ്ങനെ ഇവൻ്റെ അമ്മയുടെയും മോളുടെയും വാക്കൊന്നും കേൾക്കില്ല, അതിനെ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയാണെങ്കിലും ആകെ സങ്കടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും അവനെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ എന്തായാലും നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് അവർ പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അവരിങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ എണീക്കുന്ന സമയത്താണ് കേട്ടോ ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ജലജ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഭാര്യ വീട്ടിലേക്ക് പോയിട്ട് വരുമായിരിക്കുമല്ലേ, ഇങ്ങനെ അവളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എന്തിനാ അവളുടെ പിന്നാലെ പോകുന്നത്, അത് അനന്തപുരിയിലെ ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല, അന്തസ്സുള്ള ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശ് പറയും, ഇങ്ങനെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നത് അത്ര കുറച്ചിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ അന്തസ്സുള്ളവർ ചെയ്യില്ല എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ എനിക്കിങ്ങനെ എൻ്റെ ഭാര്യേനെ കാണണമെന്ന് തോന്നുമ്പോൾ അവളുടെ ഫോട്ടോ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വരാമെന്നൊക്കെ പറയുമ്പോൾ ജലജ പറയാണ്, നേരത്തെ ഉണ്ടായിരുന്ന വീടിനേക്കാളും ഇപ്പോൾ കുറച്ചുകൂടെ അടുത്താണല്ലോ അവൾക്ക് വീട് എടുത്ത് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതെ എനിക്ക് എപ്പോഴും അവളെ പോയി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ അടുത്ത് തന്നെ അവൾക്ക് വീട് എടുത്ത് കൊടുത്തത്. പിന്നെ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഏത് സമയം ഭാര്യേനെ കാണാൻ പോകുന്നതുകൊണ്ട് എൻ്റെ അന്തസ്സ് കുറയുകയാണെങ്കിൽ അതങ്ങ് കുറഞ്ഞോട്ടെ, എനിക്ക് അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നൈനയെ കുറിച്ച് പറയാണ്. ഞാനും അവളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അവളുടെ നന്മ മനസ്സിലാക്കിയ ശേഷം ഞാൻ അവളുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്, ഇനിയിപ്പോൾ എനിക്ക് അവളുടെ ഭാര്യയുടെ മുന്നിൽ താഴ്ന്ന് നിൽക്കാൻ ഒരു മടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജലജ ജാനകിനോട് പറയാണ്, ഇതിനൊക്കെ പിന്നെ എന്താ പറയുക ജാനകി, അവൾ നല്ല അസല് കൈവശം കൊടുത്ത് അവനെ മയക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അനാമിക പറയും, അതാണ് സത്യം എന്ന്. അത് ആദർശ് കേട്ടു. അപ്പോൾ ആദർശ് തിരിച്ചു വന്ന് അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഭാര്യ വീട്ടുകാരും എനിക്ക് തന്ന കൈവശം കണ്ടുപിടിച്ച് നീ അത് കുറച്ച് എനിക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്ക്, അവൻ മയങ്ങുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒരു കൈവശത്തിന് ലോകത്ത് ആരെയും മയക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനാമികയാണെങ്കിലും ആദർശിനോട് ഇങ്ങനെ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ എല്ലാവരുടെയും തട്ട് ഒരുപോലെയല്ല, ഇങ്ങനെ ചിലരുടെ തട്ട് താണാണ് ഇരിക്കുന്നത്, ചിലരിങ്ങനെ ഉയർന്നാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അവരവരുടെ തട്ട് തീരുമാനിക്കുന്നത് അവരുടെ സ്വഭാവം കൊണ്ടൊക്കെ തന്നെയാണെന്ന് ആദർശ് പറയൂ കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദർശ് നേരെ ദേവയാനിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ ദേവയാനി ആദർശിനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നത് ചെക്ക് കൊടുത്തില്ലേ എന്നാണ്. അപ്പോൾ ആദർശാണെങ്കിലും അതൊക്കെ ഞാൻ അപ്പം തന്നെ കൊടുത്തായിരുന്നല്ലോ എന്ന് പറയും. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ, അവരത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ നിർബന്ധിച്ചാണ് അവർക്ക് ആ ചെക്ക് കൊടുത്തത്, ഇനിയിപ്പോൾ അവരത് പ്രസൻറ്റ് ചെയ്യുമോയെന്നൊന്നും നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഇങ്ങനെ അക്കൗണ്ട് നമ്പർ വാങ്ങായിരുന്നില്ലേ, നമുക്ക് ഇങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ ഒരു വേറെ ടൈപ്പ് ആളുകളാണ്, അവരിങ്ങനെ സഹായം ചെയ്തിട്ട് അതിന് പ്രതിഫലം സ്വീകരിക്കുന്നത് വലിയ നാണക്കേടാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിലും ആദർശിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ആ കുട്ടിയുടെ ഭർത്താവിനെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ, ഇങ്ങനെ അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇങ്ങനെ പറഞ്ഞാലും അയാൾ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, അതെന്താണെന്ന് ഇങ്ങനെ ദേവയാനി ചോദിക്കുകയാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കും, പിന്നെ അത് വാങ്ങേണ്ടി വരും എന്നൊക്കെ അയാൾക്ക് അറിയാം, അതുകൊണ്ടാണെന്നൊക്കെ പറയേ. അപ്പോൾ എന്തായാലും പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു,
വലിയ ഡിസൈനറാണെന്നൊക്കെ പറഞ്ഞ് നീ നിൻ്റെ ഭാര്യയ്ക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ നിൽക്കല്ലേ, ആ സമയം ഇങ്ങനെ എന്നെ സഹായിച്ച ആ കരൾ തന്ന കുട്ടിക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നോക്ക് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടി അങ്ങനെ ഒരു സഹായം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ജോലി കൊടുത്തിരിക്കും എന്നൊക്കെ പറയേ. എന്തായാലും ദേവയാനിക്ക് പിന്നെ അസുഖമൊക്കെ മാറിയിട്ട് ആ കുട്ടീനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അമ്മ എപ്പോഴും ഇങ്ങനെ ആ കുട്ടീനെ കുറിച്ചും ആ കുട്ടിയുടെ വീട്ടുകാരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ നമുക്ക് ദേവയാനിക്കാണെങ്കിൽ ആ കുട്ടീനെ കണ്ടേ തീരൂ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ ദേവയാനിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യം പറയാം കേട്ടോ, ഞാനിപ്പോൾ അവളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ അമ്മയുടെ വക ഇപ്പോൾ ചോദ്യം വന്നേനെ, അത് ചെയ്യാത്ത എന്തായാലും നന്നായി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മോൾക്ക് പൈസ കൊടുക്കണ്ടേന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, അപ്പോൾ മോൾക്കുള്ള പൈസ ഞാൻ കൊടുത്തോളാം എന്ന് മുത്തശ്ശനാണെങ്കിലും പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല മുത്തശ്ശ എന്ന് പറയും. അത് നമുക്കറിയാലോ, പക്ഷേ ദേവയാനി ഇങ്ങനെ ദേവയാനിനെ സഹായിച്ച കുട്ടിക്ക് ഇങ്ങനെ സഹായം ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും അത് ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ പിന്നീട് മുത്തശ്ശിയും കൂടെ ഇങ്ങനെ ഒരുപാട് പേരെ സഹായിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോ വർഷത്തിലും ഇങ്ങനെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തമാണ് നൈനമോള്, അപ്പോൾ അവളുടെ വീട്ടുകാരെയൊക്കെ സഹായിക്കണ്ടേ, ഇനിയിപ്പോൾ ഗോവിന്ദനോട് ജോലിക്കൊന്നും പോകണ്ടെന്ന് പറയുന്നൊക്കെ ആദർശിനോട് മുത്തശ്ശി പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ പറയുന്ന പോലെ ജോലിയൊന്നും ചെയ്യാതിരുന്ന അസുഖം വരുന്നതാണ് അച്ഛൻ പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ എന്തായാലും നൈനയെ കുറിച്ച് അങ്ങ് ദേവയാനിയോട് പറഞ്ഞാലോ, നൈനയാണ് കരൾ കൊടുത്തതെന്ന് പറഞ്ഞാലോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയാണ്. ഇനിയിപ്പോൾ അവൾക്ക് ഇങ്ങനെ എന്തായാലും ആ കരൾ കൊടുത്ത കുട്ടീനെ കണ്ടേ പറ്റുള്ളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് പകരം വേറൊരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ അവളുടെ പിറകെ പോവും, അതെന്തായാലും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്ട്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ചില സമയത്ത് ദേവയാനിയുടെ സംസാരം കേട്ടാൽ എല്ലാം അവളുടെ മുഖത്ത് നോക്കി അങ്ങ് പറയാനൊക്കെ തോന്നുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയേണ്ട മുത്തശ്ശ, പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും കള്ളം പറഞ്ഞു എന്നായിരിക്കും പിന്നെ അമ്മയുടെ അടുത്ത പരാതി എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് ഇനിയിപ്പോൾ ദേവയാനിയുടെ കാര്യങ്ങളല്ല കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ദേവയാനിയുടെ കാര്യം നോക്കാൻ അങ്ങനെ ജയനുണ്ട്, ഇനിയിപ്പോൾ നൈനമോളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, അവളെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശാണെങ്കിലും പറയും, ഞാൻ അവൾക്ക് ഇങ്ങനെ അധികം സുഖവും സന്തോഷമൊന്നും കൊടുത്തിട്ടില്ല, ഞാനിങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് പലപ്പോഴും അവളെ സ്നേഹിച്ചിട്ടുള്ളത്, ഇനി എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവളെ ഒന്ന് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ അനിയാണെങ്കിലും ഇങ്ങനെ നൈനയ്ക്കുള്ള മരുന്നൊക്കെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനകിയും ജലജയും എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ അനാമിക. അപ്പം അനാമിക അനിയനെ കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തിച്ച് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ജാനകിക്കും ജലജയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മരുന്ന് വാങ്ങിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയും, അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടായിരിക്കും, അവരാണല്ലോ ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ എന്നാലും നമുക്ക് അവൻ്റെ പിറകെ ഒന്ന് പോകാമെന്നൊക്കെ പറയുമ്പോൾ ജാനകി അതൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ജലജയും പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ പിറകെ പോയി നോക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറയട്ടെ. പിന്നീട് അനിയുടെ പിറകെ അങ്ങ് പോവാണ്. അപ്പോൾ അനി നാനിക്കുള്ള മരുന്നാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നേരെ നാനയുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. നന്ദു ആണെങ്കിൽ അവിടെ ഇങ്ങനെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനി വരുന്ന സമയത്ത് അനീനെ കാണുമ്പോൾ നന്ദു ആണെങ്കിലും പെട്ടെന്ന് അനിയുടെ അടുത്തേക്ക് എണീറ്റ് വരികയാണ്. അനി നന്ദുവിൻ്റെ കയ്യിലേക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഇങ്ങനെ ഏട്ടത്തിക്ക് ഇങ്ങനെ ആയുർവേദ മരുന്ന് വാങ്ങിക്കണമെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഞാനതങ്ങ് വാങ്ങിച്ച് ഇങ്ങോട്ട് നേരെ പോകുന്നതാണ്, ഏട്ടനെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയേ. അപ്പോൾ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ല എന്നൊക്കെ അനീനോട് പറയുന്നുണ്ടായിരുന്നു, അവർ ബാങ്ക് വരെ പോയതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഏട്ടത്തി എവിടെയെന്ന് ചോദിച്ചിട്ട് ഏട്ടത്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്തായാലും അനി അകത്തേക്ക് ചെല്ലുകയാണ്. ഏട്ടത്തി ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അതുപോലെ തന്നെ അനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും കേട്ടോ. എനിക്കത് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ അത് ഇഷ്ടമില്ലാത്തവരും ആ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനി പറയാണ്, തെറ്റിദ്ധാരണയിലൂടെ മുന്നോട്ട് പോകുന്നവരെ പറഞ്ഞ് തിരുത്താനൊന്നും നമുക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയേ. ഇപ്പോൾ നന്ദുവിൻ്റെ കാര്യം തന്നെ നോക്ക്, നന്ദു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവരുടെ കരണത്തടിച്ചിരുന്നു, ആ നന്ദുവിൻ്റെ സ്വഭാവം തന്നെ മാറിയില്ലേ, ഇപ്പോൾ നന്ദു ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനും പോകുന്നില്ല, വീട്ടിൽ തളയ്ക്കപ്പെട്ട പോലെ ആയില്ലേ. ആദ്യം നന്ദു ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതിനായിരുന്നല്ലോ വിലക്ക്, ഇപ്പോൾ ഇങ്ങനെ നന്ദു പുറത്തേക്ക് പോകണേ, നന്ദുവിനോട് പുറത്തേക്ക് പോകാനല്ലേ എല്ലാവരും നിർബന്ധിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നൈനിയും പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തമ്മിലുള്ള അടുപ്പൊന്നും ഇനി വേണ്ട എന്നൊക്കെ ഇങ്ങനെ നൈന ഇങ്ങനെ അനിയനോടും നന്ദുവിനോടുമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അനി പെട്ടെന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കാനും നിൽക്കുന്നില്ല, ഏട്ടത്തി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ നന്ദു ഞാൻ ചായ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോകാനായിട്ടും തുടങ്ങുമ്പോൾ ഇങ്ങനെ അനാമികയും ജലജയും ജാനകിയും കൂടെ വന്നിട്ടുള്ള കാർ അവിടെ വന്ന് നിർത്തുകയാണ്. അപ്പോൾ അനി നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് വീട്ടിലെ കാറാണല്ലോ,
അപ്പോൾ തന്നെ നൈന പറയും കേട്ടോ കുഴപ്പമായല്ലോ അനി എന്നിങ്ങനെ പറയും. അപ്പോൾ അനിയുടെ ബൈക്ക് അവിടെ കാണുമ്പോൾ തന്നെ ജലജയ്ക്കും ജാനകിക്കും എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ മോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അവൻ്റെ ഭാര്യേനെയും കൊണ്ട് കറങ്ങാൻ സമയമില്ലേ, ഏത് സമയം ഇങ്ങോട്ടാണല്ലോ വരുന്നത് എന്നൊക്കെ പറയേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നൈനയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു വന്നു എന്നാണ് കേട്ടോ അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവർ ദേഷ്യത്തോടെ അങ്ങോട്ട് കയറി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇവരുടെ കൂടെ വന്നുകൊണ്ട് ഇന്ന് സന്തോഷിക്കാനുള്ള വകയുണ്ടെന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിലാണ് കേട്ടോ അവരുടെ പിറകെ അങ്ങ് കയറി വരുന്നത്. അപ്പോൾ നിനക്ക് എന്താടാ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അനിയനോടാണ് കേട്ടോ ജാനകി ആദ്യം തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഏട്ടത്തിക്ക് ഇങ്ങനെ പനിയും ജലദോഷവും ഉണ്ടെന്ന് മരുന്ന് വാങ്ങിക്കണമെന്ന് ഏട്ടൻ പറയുന്നത് കേട്ടു, അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ച് വന്നതാണെന്നൊക്കെ പറയേ. പിന്നീട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോനെ അനി നിനക്ക് നിന്റെ ഭാര്യേനെയും കൊണ്ട് പുറത്ത് പോകാനൊന്നും സമയമില്ല, ഏത് സമയം ഇങ്ങോട്ട് വരാൻ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അനാമിക അങ്ങ് പറയൽ തുടങ്ങി കേട്ടോ. അനാമിക വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നൈനയോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ മലയ്ക്ക് പോകുന്നതുകൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ പഴയ കാമുകന്മാരെയൊക്കെ ഒന്ന് കണ്ട് ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും അതൊന്നും ഇഷ്ടാവുന്നില്ല. അനാമിക പറയുന്നത് കേട്ടിട്ട് അനിയാണെങ്കിലും നിർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി അനാമികേനെ സപ്പോർട്ട് ചെയ്താണ് ട്ടോ സംസാരിക്കുന്നത്. എന്തിനാടാ മോള് നിർത്തുന്നത്, അന്ന് ഇവളെന്തോ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞു എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ മോളുടെ കർണത്തടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അനാമിക നിർത്തുന്നൊന്നുമില്ല, അങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദുവിനെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനീനെ നിങ്ങളെ അകത്ത് ഒളിച്ചിരുന്നിട്ട് അങ്ങനെ അനിയും നന്ദുവും തമ്മിൽ അടുക്കാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്, നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഒരു ബഹുമാനം ഇല്ലാതൊക്കെയാണ് കേട്ടോ നീ അങ്ങനെ എടി പൊടി എന്നൊക്കെ വിളിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അനാമികയാണെങ്കിലും. അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തീരെ സുഖമില്ല, ഇങ്ങനെ എന്നാലും ഇങ്ങനെ സുഖമില്ലെങ്കിലും ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടോണ്ട് നിൽക്കില്ല എന്നൊക്കെ പറയേ. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് അനാമിക നൈനേനെ പിടിച്ചിട്ട് അങ്ങ് ഉന്തിയിടുന്നുണ്ട് കേട്ടോ. അപ്പം നൈന അവിടെ തറയിൽ വീഴുകയും ചെയ്യുകയാണ്. അപ്പം തന്നെ നന്ദു എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിച്ചിട്ട് വേഗം നൈനേനെ എണീപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നൈനയ്ക്ക് നല്ല വേദനയായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നൈന ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അനിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനാമികേനോട്. പിന്നീട് അനാമികയുടെ അടുത്തേക്ക് നന്ദു അങ്ങ് ദേഷ്യത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ ദേഷ്യത്തിൽ ചെല്ലുമ്പോൾ തന്നെ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താടി എന്നെ അങ്ങനെ അടിക്കണമെന്ന് ചോദിക്കൂട്ടോ. ആ അടിക്കണമെന്ന് ചോദിക്കുന്നതും അതുപോലെ തന്നെ നന്ദുവിൻ്റെ അടി ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞു കേട്ടോ. ജാനകിക്കും ജലജയ്ക്കും ഒക്കെ അത് പെട്ടെന്നൊരു ഷോക്കായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.